അപ്പം നൈറ്റ് നമ്മളെ ക്യാമ്പിങ് എവിടെയാണ്, അതും തനിച്ച് ഞാൻ കിടക്കുകയാണ് ടെൻറ്റിൻ്റെ അകത്ത്. ഫുള്ളായിട്ട് പേർട്ടായിട്ട് ആരും കാണാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഫുള്ളുണ്ടല്ലോ ഞങ്ങളെ കാസർഗോഡ് സ്ലാങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എത്ര ആൾക്ക് ഞങ്ങൾ ഈ സ്ലാങ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അറിയുന്ന ആൾ കാസർഗോഡ് ഭാഗത്ത് ഉണ്ട് ഞങ്ങളെ സ്ലാങ് അറിയുന്ന ആൾ ഒന്ന് പിന്നെ കമൻറ്റുകൾ ഒന്ന് മെസ്സേജ് ചെയ്യും. അപ്പോൾ ഫുള്ള് കാസർഗോഡ് സ്ലാങ്ങിൽ തന്നെ ഇന്നും കൊണ്ടുവന്ന് തേച്ചു. അപ്പോൾ ഏതായാലും നോക്കാം. ഇപ്പം ഇന്ന് ഞാൻ ഇപ്പം എന്താക്കിയില്ലെങ്കില്ല ഒരു വീഡിയോ ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ ചെയ്യണമില്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് മുന്നേ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഫുള്ള് കാക്ക ഉണ്ടാവുക, വീട് ഇങ്ങനെ കാക്കേ. അപ്പം എല്ലാം ഞാൻ റെഡി ചെയ്ത ബാഗ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു റബ്ബറിൻ്റെ തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടത്. അപ്പം പിന്നെ എന്തില്ലെങ്കിൽ നമ്മളെ മമ്മൂച്ചാനുണ്ടല്ലോ, മമ്മൂച്ചാനും കഴിഞ്ഞെങ്കിൽ കൂട്ടിയിട്ട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നോക്കുന്നത് കിട്ടുമെങ്കിൽ അയാളും കൂടി ഒന്ന് കൂട്ടിയിട്ട് നോക്കാമല്ലോ. നല്ലൊരു വീഡിയോ ചെയ്യാം നമുക്ക്. നിങ്ങൾ നോക്കിയാൽ മതി, തേച്ച് നോക്കിയിട്ട് പിന്നെ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻ്റെല്ലാം ഒന്ന് എഴുതിയിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ നമ്മളെ എത്ര ആൾ നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്തിൻ്റെ ആൾ വീഡിയോ നോക്കുന്നുണ്ടെന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കണം. നമ്മൾ നടന്നിട്ടുണ്ടല്ലോ കുറേ കിലോമീറ്ററോളം നടന്നു ഇപ്പോൾ ഈ ചെറിയ ഇടവയിലൂടിയിട്ട് നോക്കാം നമുക്ക്. പിന്നെ ഇപ്പോൾ ഒരു തോട്ടം കാണും, തോട്ടത്തിൻ്റെ ഉള്ളിലെ കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. തോട്ടെല്ലാം നോക്കി നല്ല ക്ലീനാക്കിയിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. കണ്ടാ എന്താ ഇത് എന്ത് കവുങ്ങായിരിക്കും ഇത്? മംഗള കവുങ്ങ തന്നെ കണ്ടില്ലേ താഴെ പിടിച്ചിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരു സ്റ്റേ നമുക്ക് ഇവിടെ നൈറ്റ് ക്യാമ്പിങ് ഇവിടെ ചെയ്യായിരുന്നല്ലേ. നല്ല സ്ഥലമാണിത്. നമുക്ക് ഏതായാലും കുറേ നടന്നിട്ട് ഒരുമാതിരി ആയി. ഇപ്പോൾ ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ എവിടെ നടക്കുന്നില്ലേ. ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. കുറേ നടന്നു, ഒരു 1/2 കിലോമീറ്ററിൻ്റെ മുകളിൽ നടന്നു പോയി. ഞാൻ നല്ലോണം ടയർഡായി. കാരണം എന്തെങ്കിലും ഈ ലഗേജും കാര്യങ്ങളെല്ലാം പോകാം ഭയങ്കര ടയർഡായി. ഇപ്പം ഞാൻ നടന്നിട്ട് വന്ന ഈ വഴി ഉണ്ടല്ലോ, ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഇതിൽ ചില സമയങ്ങളിൽ ബൈക്ക് കാര്യങ്ങളെല്ലാം പോകും. അപ്പം അങ്ങനെ ഇങ്ങനെ ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ഹോർണടിച്ചിട്ടപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ഓർക്കറിയും വണ്ടി നിൽക്കും. അങ്ങനെ വരുന്ന വണ്ടി ഭയങ്കര ബെയിലിൻ്റെ ഭയങ്കര കാരമാണ്. നല്ലോണം നടക്കാൻ പറ്റുന്നില്ല, വെള്ളം ഫുള്ള് കലങ്ങിയിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇത്. ഫുള്ള് കലക്കും വെള്ളം ഫുള്ളായിട്ട് കണ്ട ഫുള്ള് കലക്കും വെള്ളം. ഇല്ല നമുക്കിവിടെ പിന്നെ അവിടെ പോയിട്ട് നിന്നെങ്കിൽ തന്നെ നമുക്ക് കുക്കിങ്ങിനെല്ലാം ഈ വെള്ളം ഇങ്ങനെ സെറ്റാവും. ഇത് എനിക്കൊന്നുമല്ല ഈ വെള്ളം സെറ്റാവും, ഫുള്ള് കലക്ക് വെള്ളമല്ലേ ഇത്.
നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ പ്രതീക്ഷകൾ ഇന്നത്തെ ഇവിടെ സെറ്റാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കലക്കാണ്, വെള്ളം ഫുള്ള് കലക്ക്, പാറും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. ഇപ്പോൾ ഒരു വണ്ടിയില്ല വൈപ്പല്ലോ, ഇത് കണ്ട. അപ്പോൾ ഏതായാലും നമ്മൾ താഴെ പോയിട്ട് ആടെങ്കിൽ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വെള്ളം ഫുള്ള് കലക്കുള്ളുണ്ട്. ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാണിത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കിട്ടിയിട്ട് ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്ത്. അപ്പം അത് നോക്കാം സെറ്റ് ചെയ്ത സ്ഥലം എങ്ങനെയുണ്ട്. സ്ഥലം എങ്ങനെ പാങ്ങുണ്ടാക്കി കണ്ടോ. ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. നല്ല സ്പേസാണ്, നല്ലൊരു കോൺക്രീറ്റ് ആണ്, മോശമില്ല. പക്ഷെ എന്തില്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം ഫുള്ള് കലക്ക് വെള്ളതിനെ കൊണ്ട് കുക്കിങ് ചെയ്യാനും കൂടി എടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് തീ കത്തിച്ചിട്ട് കുക്കാ കഴിഞ്ഞാൽ കല്ലും കാര്യങ്ങളും വേറെല്ലാം കിട്ടട്ടെ നമുക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ടല്ലോ ആൾക്കാർ പോയിക്കൊണ്ടാവും, വണ്ടി പോയിക്കൊണ്ടാവും. ഇത് 2 വീലറെല്ലാം ഇതെല്ലാം ഓടിയിട്ട് പോകുന്നുണ്ട്, മോട്ടോർ സൈക്കിളെല്ലാം പോകുന്നു. വലിയ പാലിതാ കണ്ടാ, എത്രക്കുണ്ട പാലം നോക്കി. ഇങ്ങനത്തെ ആടെ ഒരു പള്ളിയുണ്ട, കാണുന്ന നമുക്കറിയില്ല. അത് ഒരു ജിന്ന് പള്ളിയാണ്. ആ പള്ളിയിൽ കുറച്ചൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നാണ് നിങ്ങൾക്ക് എനിക്ക് മുമ്പ് പറയുന്നിട്ട്. ആ പള്ളിയിൽ ജിന്നിൻ്റെ കുറച്ച് കളിയെല്ലാം ഉണ്ട്. അപ്പം അവിടുന്ന് ജിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിന് എന്നെല്ലാം പറയുന്ന കേൾക്കുന്നു, കേട്ടത് നമുക്കറിയില്ല ശരിക്കും. ഇതാ ഇപ്പം ഏകദേശം സമയം എത്രയെന്നറിയോ? 12 മണി കഴിഞ്ഞ് 1:30 മണിൻ്റെ എത്തി. ഇപ്പോഴത്തെ ബാങ്ക് കൊടുത്തി. വണ്ടി ഞങ്ങൾക്ക് വന്നില്ല, ഇടക്കിടക്ക് വന്നുകൊണ്ടേ ഉണ്ട്. ആ ബൈക്ക് വന്നിട്ടുണ്ട്, അതിലോട്ട് എല്ലാം ബൈക്ക് വന്നു. ബൈക്ക് ഇടക്കിടക്ക് വന്നില്ല, അതൊന്നും പിന്നെ വേർത്തൊന്നും വന്നിട്ടില്ല. ബൈക്ക് അപ്പാപ്പ പോന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ കാൽ നടക്കാറും പോന്ന് ഞാൻ കുറേ പോകുന്ന ആൾ കണ്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കണം. ഇത് നല്ല മഴ വന്നില്ലെങ്കിൽ നല്ല പാകം കെട്ടി പള്ളീൻ്റെ അടുത്ത് നിന്നിട്ട് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാൻ പോയിട്ട് താഴ്ച കുടിക്കാൻ വെള്ളമില്ല.
ഏതായാലും ഇപ്പൊ ഞമ്മ പോയിട്ട് ആ പള്ളീൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് കുറച്ച് നമ്മളെ വാട്ടർ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം കൊണ്ടുവരാം പോയിട്ട്. ഈ വെള്ളം ബോറും കലക്കുള്ളൂ, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും. പള്ളീൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കിച്ചിരും വരാം. പക്ഷെ വെള്ളം എടുത്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ചായ ആക്കിയിട്ട് കുടിക്കാം. ചായ ആക്കിയിട്ട് കുടിക്കാം. പള്ളീൻ്റെ ഇത് കത്തി അവിടെ കാണുന്നത് ഇങ്ങനെ എന്ത് പെയ്യോ. വെയിലിൻ്റെ ചൂടിൽ ഞാൻ ഗുജറാത്ത് പോയ പോലെ ആയിപ്പോയി. ഞാൻ ഗുജറാത്ത് പോയിട്ടാകുമ്പോൾ ഇങ്ങനല്ലേ 52 ഡിഗ്രി ഉണ്ട് ചൂട്. നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറേ വന്ന് നടന്നിട്ട് പള്ളി ഉണ്ടോ? അതാണ് പള്ളി. അതാ നമുക്ക് പള്ളിക്ക് പോകുന്നുണ്ടെങ്കിൽ നേരെ തീരെ ഓടിയിട്ട് കയറിയിട്ട് പോയാൽ പോയിട്ട് വെള്ളമെല്ലാം എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വെള്ളമെല്ലാം എടുത്തിട്ട് വരുമ്പോൾ ഒരാൾ ഇതാ നമ്മളെ ഈ തൂക്കുപാലത്തിൽ ഓടിയിട്ട് വരുന്നുണ്ടതിന്. അപ്പോൾ അയാൾ വണ്ടി നിർത്തിയിട്ട് വെച്ച് സംഭവം എന്തെന്നല്ല ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് അയാളെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. സുഖം. എന്തിപ്പോ പേര് നിങ്ങളെ? അബ്ദുല്ല. അത് ശരി. ഏടെ പോരേ? മഞ്ഞമ്പാറ അല്ലേ? അപ്പൊ നിങ്ങ ഈടെ ഇങ്ങോട്ട് ദൂരെ പോന്നെ? ഇങ്ങോട്ട് ലേശം നമ്മളെ തോട്ടമുണ്ട്, പണിക്കാർക്ക് ചോറ് എടുത്തിട്ട് പണിക്കാർക്ക് പണിക്കാർക്ക് ചോറെല്ലാം കൊണ്ട് കൊടുക്കുന്നില്ല അല്ലേ? അത് ശരി. കുറെ ഉണ്ടോ പണിക്കാർ? ഇല്ല, രണ്ടാളുണ്ട്. കായ്മയുള്ളതാ? കായ്മായിട്ടില്ല, വിളിക്കുന്നത്. അത് ശരി. അത് ശരി. അപ്പൊ ആള് നല്ലൊരു മനുഷ്യനാണ്. എന്തെങ്കിലും ഇങ്ങനത്തെ മനുഷ്യന്മാരെ നമുക്ക് വേണ്ടത്. എന്തെങ്കിലും അല്ലേ? മനുഷ്യന്മാരെ കണ്ടെങ്കിൽ തിരിച്ചറിയണം. അപ്പൊക്കാന്ന് മനുഷ്യനാന്ന്. അപ്പൊ ഇയാള് നല്ലൊരു സ്വഭാവം ഉണ്ട്. അപ്പൊ മഞ്ഞമ്പാറയിലില്ലേ പേരും പറഞ്ഞ് ഇതാക്കി. ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടെന്ന്? കച്ചവടമൊന്നുമില്ല. അതിപ്പോ ആ ഒരു മനുഷ്യനാണ് നമ്മളെ പോലെ തന്നെ. എന്നെ വിളിച്ച് ഭക്ഷണം അയച്ചാ പിന്നെ ചോറ് കഴിക്കാൻ പറ്റുന്നല്ല ചോദിച്ചു. ഏതായാലും ഞാനിപ്പോ അവിടെ ടെന്റിൽ അവിടെ ഒന്ന് കുക്കാക്കണല്ലോ. അപ്പൊ ആ ഭാഗത്ത് അങ്ങോട്ട് പീടിയുണ്ടല്ലോ അവിടെ. അവിടെ പോയിട്ട് എന്തെങ്കിലും 2 സാധനം മീറ്റ് വരണം. അപ്പൊ ചെറിയ മഴ പിടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഞമ്മ ഇയാളെ ബലപ്പെട്ട സമയം കളയണ്ടമ്മ. ഏതായാലും പണിക്കാറുണ്ടല്ലേ, പിന്നെ വണ്ടിയും വരുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് കാണാപ്പോ. ഇതുവാ ചെയ്യാം. വാലൈക്കും അസ്സലാം. ഇത് നമ്മളെ ഇത് വേണം എനിക്ക് നമ്പർ. നിങ്ങൾ നമ്പർ പറഞ്ഞോ, ഞാൻ ഇട്ടുതരാം. ആ നമ്പറിലേക്ക് ഇട്ടുതരാം. നമ്പർ പറഞ്ഞു. 95 44 44 70 85 10. അപ്പൊ ഈ നമ്പറിലേക്ക് ഞാൻ ലിങ്ക് ഇട്ടുതരാം. വാട്സാപ്പിൽ ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾ അതിൽ നോക്കി. നിങ്ങളെ നാട്ടിലുണ്ട്, കുറച്ച് വീഡിയോ ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തുവാ ചെയ്യുക, ഞാൻ എന്തുവാ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി വന്നോണ്ടേ ഉണ്ടെന്നല്ലേ? കൊറേ വണ്ടി വരുന്നുണ്ട് അല്ലേ? കുറുക്ക് പോയി അത്യാവശ്യം. അപ്പൊ അയാള് ചെല്ലുന്നുണ്ട്. അയാൾക്കെല്ലാം ഇൻട്രസ്റ്റ് ആയി. എന്തെങ്കിലും വണ്ടി വരുന്നുണ്ട്. പിടിക്കല്ലേ പുള്ളമാറാന്നല്ലേ? ഇതാ ഇതിപ്പോ ഈ തൂക്കുപാലം ഒരിക്കൽ റിപ്പയർ ആയിന്നല്ലേ അല്ല? ശരി. അപ്പൊ പോകുന്നല്ലേ, ബൈക്ക് പോകുന്നുണ്ടാവും. അപ്പൊ വണ്ടി വന്നു. ഞാൻ നിന്നിട്ട് എത്ര വണ്ടി വരുന്നുണ്ട്. 1 മിനിറ്റ് പുറത്തില്ലാണ്ട് വരുന്നു. അപ്പുറത്ത് ആ തന്നെ ഞാൻ അതിൽ വന്നിനി. ചെറിയ ബൈക്കും ആൾക്കാരോ ഇത് അടുത്തിട്ട് ഷോർട്ട് വഴി അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് കാണാം. ഇതുവാ ചെയ്യാം. ഇതാ നിങ്ങളെ താക്കോല്. ഇതെല്ലാം കണ്ടില്ല, നല്ല സന്തോഷായി. അതെ, കിട്ടുന്നില്ല. ചില സന്ദർഭങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് അടുപ്പിക്കുന്നത്. അത് നമ്മളെ രണ്ടാളൊരു ആ മനസ്സിന്റെ ഒരു ഇത്. അതെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്നെ കാണാം. അപ്പൊ ഞാൻ ലിങ്ക് ഇട്ട് ഞാൻ തരാം. വാട്സാപ്പിൽ ഞാൻ ഇട്ട് തരാം. ശരി, കാണാം. നോക്കിക്കോളി കാണാം. ഇനി എന്റെ ഇടയിൽ കാണാം. വീഡിയോ ചെയ്യാനുണ്ട് പറയാം. അതാ ഇംതിയാസ്. ഞാൻ ലിങ്ക് അങ്ങനെ അയാളിപ്പോ വല്ല പോയി. അപ്പൊ ഏതായാലും ഞാനും നമ്മളെ ടെന്റിന്റെ അടുത്ത് വല്ല പോവാം. ഓക്കെ. അപ്പൊ നമ്മളെ ചങ്ങായി എന്താക്കിയില്ലെങ്കിൽ ആടുന്ന് വരുമ്പോ പാലത്തിന്റെ അടുത്ത് നിന്ന് ഡ്രോപ്പാക്കിട്ട് ഇടുന്ന് വന്നിട്ട് എനിക്കിപ്പോ അങ്ങോട്ട് കുറച്ച് പീടിന്റെ അടുത്ത് പോയിട്ടില്ല. 2 സാധനം വാങ്ങാനുണ്ട്. ഇപ്പൊ എന്താ കുക്കിംഗ് ആക്കാൻ വേണ്ടിട്ട് എന്താ പാടല്ലോ, എന്താ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ഇപ്പൊ തിരിച്ചിട്ട് മോന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പേര് പറഞ്ഞു നിങ്ങളെ? അനസ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്ത് കണ്ട പിള്ളേരല്ലേ, നല്ല പിള്ളേരവേ, നല്ല മനുഷ്യന്മാരോട് നല്ല ബിഹേവ് ചെയ്യുന്ന പിള്ളേരാണ്. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക്. അപ്പൊ നിങ്ങളെ സ്ഥലം ശരിക്കും സ്ഥലം
ആ അപ്പൊ പുള്ളി കൊറ്റുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലേ നമ്മളെ മൈക്കെല്ലാം മിസ്സായിട്ട് നമ്മൾ പരത്തിയിട്ടെല്ലാം തന്നിട്ട് ഇതാക്കിയിട്ട് കുറെ ഹെൽപ്പാക്കിനെ അപ്പൊ എന്നെ തിരിച്ചിട്ട് വിടുമായിരിക്കും അല്ലേ ഡ്രോപ്പ് ആക്കി. അപ്പൊ ഏതായാലും ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഏതായാലും ഞാൻ നല്ല നടന്നിട്ട് പോകുന്ന എന്തില്ലെങ്കിൽ വെള്ളം നിറച്ചിട്ട് ബാഗ് ഉണ്ട്. അപ്പം ഇത് കൊണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇല്ലാണ്ടാവും ഏതായാലും. അപ്പോൾ ഞാൻ കുറച്ച് സാധനം ഞാൻ വാങ്ങിന്, മുട്ട കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഏതായാലും നല്ല ചൂടുണ്ടായിന്. അതുപോലെ തന്നെ ഇപ്പോൾ മഴ വരുന്ന ഏർപ്പാട് കാണുന്നത് എനിക്ക്. ഞാൻ താഴെ, ഞാൻ പെൻറ്റ് സെറ്റ് ചെയ്തതിന് താഴെ. ഇല്ലില്ല, ഞാൻ ഈടെ സെറ്റ് ചെയ്യ പള്ളിക്ക്. ഓക്കേടാ, അപ്പോൾ കാണാം. അപ്പോൾ നോക്കാം, വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പം സമയം പിന്നെ 3 മണിയോളമായി. അപ്പം ഞാൻ ഇവിടെ നിന്ന് തീ പിടിപ്പിക്കാതിൽ നോക്കിയത്. തീ പിടിപ്പിക്കുന്ന നോക്കുമ്പോൾ ഇവിടെ ഇത് ഈ മഴ വന്ന ഇതല്ലേ, ചണ്ടിയിട്ട് കത്തുന്നില്ലെന്ന്, പുക മാത്രം വരുന്നത്. അടുപ്പെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ മറ്റേ ഗ്യാസിൽ നിന്ന് വെക്കാമല്ലോ. സമയം ഏകദേശം 3 മണി കഴിഞ്ഞ് നല്ലോണം നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു പ്ലാനിൽ നമ്മളെ മറ്റേ അടുപ്പ് കത്തിയില്ല. അപ്പോൾ പിന്നെ ഗ്യാസിന് ഷെയറാണോ ഗ്യാസിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മാഗിയുടെ വെള്ളം നല്ല തിളച്ചിട്ട് വന്നു. അപ്പം നമ്മളെ 2 സുഹൃത്തുക്കളും സബ്സ്ക്രൈബും കൂടി വന്നിട്ടുണ്ട്. അപ്പം മുകളിൽ ടോപ്പിൽ നിന്നിട്ടുണ്ട്. ഇതാ അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതാ ഹായ് പറഞ്ഞ ഹായ്. അപ്പം സബ്സ്ക്രൈബർ അല്ലേ നമ്മളെ അവര്. നിങ്ങൾ അവിടെ പോരാ, ചെറുക്കളത്ത് പോരാ, ചെറുക്കണം പോയല്ലേ. അപ്പോൾ വീട് എടപ്പോ എടെ പാണ്ടി. ഇവര് പിന്നെ പാണ്ടിയില്ലേ, അമ്മ ഞാൻ സ്റ്റേ ചെയ്തില്ല, ആ ഭാഗത്തുള്ള ആളാണ്. ശരി. നിങ്ങൾ ആടെ തന്നെ കണ്ടിട്ടുണ്ടോ? വീഡിയോയിലുണ്ടതാ? ശരി. എങ്ങനെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടോ? അതെ, അതിനറാ നമുക്ക്. പിന്നെ നിങ്ങളെ സപ്പോർട്ടല്ലേ വലുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്ങനെ നമുക്ക് ഈ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന വീഡിയോ. അപ്പോൾ എന്താ വന്നിട്ട് കഴിച്ചിട്ട് പോടാ, വാ മാഗി തരാം. അപ്പോൾ അവർ മാഗി തരാൻ വേണ്ടിയിട്ട് വിളിച്ച് ഒരു കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്നിയാ? എന്ത് പേര് പറഞ്ഞ്? ശ്രീശാന്ത് മധു. അപ്പം നിങ്ങൾ പിന്നെ സ്കൂളിൽ പഠിക്കുന്നവിടെ എത്രയല്ലേ പഠിക്കുന്നത്? അവർ +2 പഠിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗത്തിൻ്റെ പിന്നെ പിള്ളേരെല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരാണ്. പക്ഷെ ഞാൻ ഈ കണ്ടിട്ട് എപ്പോഴും ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഏതായാലും നമ്മളെ പിന്നെ മാഗി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് നല്ലോണം വിശക്കുന്നുണ്ട്. ഇതൊന്ന് തിന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഏതായാലും ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്ത സ്ഥലമെല്ലാം കണ്ടാ നീ? എങ്ങനെ സൂപ്പറല്ലേ? പക്ഷെ എന്തെന്ന് അറിഞ്ഞാൽ അതായത് ഇവിടെ മറ്റേ വെള്ളത്തിനാന്ന് പ്രശ്നം വന്നത്. കലക്കും വെള്ളമല്ലേ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ആ പള്ളിയില്ലേ, ആടെ നിന്ന് പോയിട്ട് നേരത്തെ വെള്ളം കൊണ്ടുവന്നു. പിന്നെ ആടെ കടൻ്റെ എത്തുമ്പോൾ ഒരു ചെക്കനെ ഡ്രോപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊണ്ടുവന്ന് വിട്ട്. അതിനോട് ഞാൻ ഇതിലൂടെ നടത്തിട്ട് വന്ന് അങ്ങനാ. എൻ്റെ വണ്ടിയുണ്ട്, ആ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. കഥെല്ലാം നല്ല കഥ തന്നെ. ഇപ്പം മോശമല്ല, നല്ല എൻജോയ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ എൻജോയ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ മനസ്സിൽ നമ്മൾ ആക്കേണ്ടതാണത്. നമുക്കൊന്നും പറ്റില്ല എന്നില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ അവിടെ മൂലയിലുണ്ടാവും. ഹായ്, ക്ലിയർ ആകുന്നുണ്ടോ? എത്ര എല്ലാം എടുക്കുന്നുണ്ട്? അല്ല മറ്റേ X1 അതും കുറച്ചും കൂടി അടുത്തിട്ട് കാണാൻ പറ്റും. അത് പിള്ളേർ പോയി എൻ്റെ വീടെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുട്ട ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു സ്പെഷ്യൽ മാഗിയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. വേണ്ട, അടിപൊളിയായി. ഇനിയിപ്പോൾ ഒരു ചായ വെച്ചിട്ട് കുടിക്കണം. പിന്നെ നമ്മളെ ചങ്ങായിമാരുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ പരിചയപ്പെട്ട് ലാസ്റ്റ് ഓര് പിന്നെ എൻ്റെ അടുത്ത് താഴെ വന്നിട്ട് നോക്കിയിട്ട് പിന്നെ എൻ്റെ നമ്പറെല്ലാം വാങ്ങിയിട്ട് പോയിന്. അപ്പം നല്ലൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് വേറെ നല്ല സ്പോട്ടെല്ലാം ഉണ്ടല്ലോ അപ്പോൾ പറയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ എന്താ കഴിക്കാൻ ഞാൻ പറഞ്ഞു, ചായ എല്ലാം കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അവരെന്താണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരം പോയി. ഇപ്പം നടന്നിട്ട് പോയത്, അവർക്ക് നടക്കാനുണ്ടായിരുന്നു, കുറച്ച് നടക്കാനുണ്ടാവും. ഏതായാലും ഇതിപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പറായി. ഓക്കെ, ഇനി ഒന്ന് ചായ വെക്കണം. മാഗി എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റ് പിടിക്കാനുണ്ട്. ഇതാ ഞാൻ ഈ പാറൻ്റെ ഇടയിൽ വെച്ചിന്. അപ്പോൾ ഇവിടെ അത്ര കാറ്റ് പിടിക്കുന്നില്ല, തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ. അങ്ങനെ നമ്മളെ ചായ തിളച്ച് വന്ന്
നല്ല പങ്ങല കളക്കട്ടല്ലേ, നല്ല പൊടി ഇട്ടിന്. ഓക്കെ, ഇനി ഞാനിപ്പോൾ എന്താക്കുന്നത്, ഇനിയിപ്പോൾ നമുക്ക് അമുലിൻ്റെ പൊടി ഇടാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളെ പാലൂട്ടി ചായ എല്ലാം റെഡി ആയി. 3:30 മണി 4 മണി അസർ വാങ്ങി കൊടുത്തു. ഉച്ചയ്ക്ക് പള്ളിക്ക് പോകണമെന്ന് ചായ കുടിക്കാതെ. സൂപ്പർ ചായ, ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പർ ചായ ആക്കി ഞാൻ നല്ലോണം ബസ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലേ, മാഗീൻ്റെ സ്പെഷ്യൽ 2 മുട്ടെല്ലാം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണെല്ലാം കൂട്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് സ്പെഷ്യലാണ്. എങ്ങനെയുണ്ട് നോക്കാം. ആദ്യം അതിനേക്കാളും മുമ്പ് കുറച്ച് അങ്ങോട്ടൊക്കെ അറിയാം ഈ കൊതിയെല്ലാം കൊടുന്നതിന്. ഇനി കഴിക്കാം. ഞാൻ ആക്കിനെ കൊണ്ട് പറയുന്നില്ല, എന്തെങ്കിലോ സംഭവം പൊള്ളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൂടി, 2 മുട്ടയിലിട്ട് നമ്മൾ ടേസ്റ്റ് കൂടി. പിന്നെ നമുക്ക് ഇതിൻ്റെ മതിയാണ്, ചോറ് കഴിക്കണമെന്നില്ല, ഇതിൻ്റെ മതിയാവും. ഇപ്പൊ കുറച്ച് സമയം വണ്ടിയൊന്നും പോകുന്ന കാണുന്നില്ല, ഒന്നും ആൾക്കാരും ഇല്ല. പിന്നെ ഇതുപോലുള്ള വൈബും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടല്ലോ, ഇങ്ങോട്ട് എന്തെല്ലാം അടിച്ചിട്ട് ഒന്ന് നിങ്ങൾക്കും ചെയ്യാലോ, ഒന്ന് ചെയ്യും. നല്ലൊരു വൈബല്ലേ ഇതെല്ലാം. ഇനി ഏതായാലും കുറച്ച് എനിക്ക് റെസ്റ്റ് എടുക്കണം, കുറച്ച് കിടക്കണം. ഇപ്പൊ മഴ ഇപ്പൊ ശരിക്കും വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഏതായാലും ടെന്റിന്റെ ഉള്ളിൽ പക്കയില്ല, നമ്മൾ ഇതെല്ലാം ചണ്ടിയാവും അതിന്റെ ഉള്ളിൽ കയറ്റുന്നത്. പെട്ടെന്ന് മഴ വന്നെങ്കിൽ ആ മഴ പെട്ടെന്ന് പാറിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്നാകെ പെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ടെന്റിന്റെ ടോപ്പെല്ലാം സെറ്റാക്കി. ഇപ്പോഴെൻ്റെ മഴ പോയി. ചായ ഒന്ന് ചൂട് തണിഞ്ഞിന് കുറച്ച്. ആദ്യം കുറച്ച് ചൂടാക്കാം ചായ. നല്ല ചൂടാട്ട്. മേഗി തേച്ച് കഴിക്കുന്നതിനിടയിലാണ് ആ മഴ പാറിയത്. മഴ കൊടുത്ത മഴ ഇല്ല. മേഗി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. ഇത്ര വേഗം തളിച്ചിട്ടായോ? ചൂട് സാധനം ചിലപ്പോൾ ഈ അടുപ്പിൽ വെച്ചതിന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഇത് ഊരിപ്പോവും. ആ മഴ വന്നിനെങ്കിൽ നല്ല പാങ്ങാട്ടി.
വന്നില്ലല്ലോ മയത്. അങ്ങോട്ടെല്ലാം നടന്നിട്ട് കുറച്ച് കാഴ്ചയെല്ലാം കാണും. ഇങ്ങോട്ട് ആ സൈഡ് എന്തെല്ലാം ഉണ്ട് നോക്കാം. ഏതായാലും ഇപ്പൊ ഇതിൽ ഒഴിയിട്ട് പോകുന്നതിന്റെ വെള്ളം ഇത് കലക്കെങ്കിലും ഉണ്ടല്ലോ, അത്ര വലിയ വടക്ക് വെള്ളം ഒന്നുമല്ല, നല്ല വെള്ളം തന്നെ. അപ്പൊ ഇതിൽ കുറച്ച് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ബാക്കി നല്ല വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അതിൽ കുറച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഫസ്റ്റ് ഇതിലൊന്ന് കയറ്റി വെക്കാം. വെള്ളം നല്ല ഉണ്ട്, മോശമില്ല. ഇതിൽ പങ്ങളെ കൈ കഴിഞ്ഞവർക്ക് നമുക്ക് നല്ല വെള്ളത്തിൽ നിന്ന് കയറ്റി വെച്ചെങ്കിൽ പണി തീർന്നു. മതി, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ക്ലീനിങ്. ഇപ്പൊ കഴിച്ച് ഏതായാലും ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമാധാനം. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഏതായാലും ഇപ്പൊ ചെറുതായിട്ട് ചെറിയ തണുപ്പുണ്ട്. അന്നും ഭയങ്കര ചൂടുണ്ടായിരുന്നു. ആ മഴ വരുന്നിട്ട് ഞാൻ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് വെച്ച്. മഴയില്ല ഒന്നുമില്ല. മഴ നോക്കുമ്പോ ഭയങ്കര ചൂടുണ്ട്. പക്ഷെ ഇവിടെ കുറേ ആളില് വരുന്നേം പോകുന്നുണ്ട്. ഇപ്പൊ അപ്പൊ കുറച്ച് സുഹൃത്തുക്കൾ ഇതേ വരുന്നുണ്ട്. വന്നടാ, പ്രശ്നമില്ലേ, വാ. അപ്പൊ ഞാൻ എനിക്ക് പറയാനില്ല, നമ്മ ഏടെ പോയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട്, എന്ത് പ്രശ്നമില്ല. നമ്മ ഒരു വടക്ക് കാര്യങ്ങൾ എന്തെല്ലാം കച്ചറ ഇടുന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ നോക്കിയാ, ഞാൻ ഇപ്പൊ എത്ര വൃത്തിയിൽ വെച്ച് നോക്കിയതാ, കണ്ടോ, അടിപൊളിയായിട്ട് വെച്ചിന്, കണ്ടോ. മാത്രമേ നമ്മളിതാ ഇത് അടുപ്പ് കത്തിയില്ല, അതാണ് എനിക്ക് ഭയങ്കര ബേജാറായിപ്പോ. എന്തെങ്കിലും പിന്നെ ഗ്യാസിന് എല്ലാത്തിനും നമ്മൾ ഗ്യാസിന് എടുക്കുമ്പോൾ ഭയങ്കര പിന്നെ എക്സ്പെൻസീവാണ് ഗ്യാസിന് ഇതാക്കുമ്പോൾ. ഏതായാലും പിന്നെ ഇപ്പൊ കുറച്ച് പുള്ളന്മാർ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ചോദ്യം. അതായത് ഇപ്പൊ എന്നോട് ഇയാളെ നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഗ്രാമത്തിൽ ഇന്നെ എടുക്കുന്നതിന്റെ ഒരു കാരണം എന്തെന്ന്. പക്ഷെ എങ്കിലും ഞാൻ അതിന്റെ ഉത്തരം പറയാം. എന്റെ ഇത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ഞമ്മ ഡയറക്റ്റ് ഒന്നിച്ചിട്ട് അടിച്ചു പോകാൻ വേണ്ടിട്ടല്ലേ ഓരോരോ ഗ്രാമങ്ങളായിട്ട് കേറിയിട്ടില്ലേ ബ്രോ, കേൾക്കുന്ന ഓരോരോ ഗ്രാമങ്ങളിൽ കേറിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനിലാണ് ഞാനുള്ളത്. ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഏകദേശം ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? അതിലെല്ലാം പോയിട്ട് നോക്കിയിട്ട് വരാം അവിടെ എന്തെല്ലാം കാണുന്നുണ്ടെന്നല്ലോ. ഏതായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണിക്കാന്ന് വിചാരിച്ചു. എന്തെല്ലാം ഉണ്ട് നോക്കാം നമുക്കിടെ. ആ പറഞ്ഞോ, അപ്പൊ പിള്ളേരെ വിളിക്കുന്നുണ്ട്, എന്ത് നോക്കാന്ന് പോയിട്ട്. ആ എന്തിനാ? ആ ഏടാ? ആ ശരി. ആ അപ്പൊ ഏതായാലും പിന്നെ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. നോക്കാം ഏതായാലും എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയടുത്തുനിന്ന് പൈലോട്ട് വന്നതാണ്. ഇപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടി പോയി നോക്കാം അതില്. ഓക്കെ, ഇത് ഇവിടെ എന്തോ ഒരു കാൽപ്പാട് കാണുന്നുണ്ട് കേട്ടോ. ഇതാ എന്തോ ഒരു മൃഗം വരുന്നുണ്ട് അടുത്തേക്ക്. ഇതാ എന്താ അവിടെ എന്തെല്ലാം കാണുന്നു, പക്ഷെ എനിക്ക് എന്തൊന്നും ഐഡിയ കിട്ടിയില്ല. ഇതിപ്പോ പെട്ട് മഴ വരുന്ന മീത്തലത്തിന്റെ ടെന്റിന്റെ ടോപ്പ് ഇട്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. ഇതെല്ലാം കാശ്മീരിലേക്കെല്ലാം യൂസ് ചെയ്യേണ്ട ടെന്റാണിത്. ആ തണുപ്പിനെ നമുക്കൊന്ന് മുൻകരുതലായിട്ട് നല്ലത്. മഞ്ഞിന്റെ ഇതൊന്നും വരികയില്ല ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പൊ എന്തല്ല ഞാൻ പാട്ട് പോയ വയലില്ലേ, ആ ഒരു കാൽപാദം എന്താ കണ്ടില്ല, അത് എന്തിൻ്റെ അറിയില്ല. വലിയ വലിയ ഇത് കാൽപാദം, അത് കടുവ മറ്റായിട്ടുണ്ടാവല്ലോ.
ഇപ്പൊ എത്ര ദൂരത്തിണ്ടെന്ന് പറഞ്ഞാൽ ആ കൂക്കുന്ന സാധനം അങ്ങ് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ സൗണ്ടും ഒക്കെ അങ്ങനെതാ. എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ ടെന്റിന്റെ സീന്? സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ അടിയിൽ കുറ്റുമ്പ സസ്പെൻഷൻ ബ്രിഡ്ജാണ് മുകളിൽ കാണുന്നുള്ളത്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴി. വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകളും നിങ്ങളെ ലൈക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും കൂടെ ആളില്ലെങ്കിലും മുമ്പോട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു വാശിയാണ്. അപ്പം നൈറ്റ് നമ്മളെ ക്യാമ്പിങ് എവിടെയാണ്? അതും തനിച്ച് ഞാൻ കിടക്കുകയാണ് ടെന്റിൻ്റെ അകത്ത്. എന്തോ ശബ്ദം കേൾക്കുന്നത്, അതെന്തെങ്കിലും ആയിരിക്കും, പക്ഷിയാ മറ്റും. കുറെ സമയമൊന്നും ഞാനിപ്പോ ഇവിടെ പുറത്ത് തിരുന്നില്ല, ഒറ്റയ്ക്ക് ഉണ്ടതിനോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പൊ നൈറ്റ് ഞാൻ കുറച്ച് പഴം മെയിനുണ്ട്. ആ പഴം തിന്നിട്ട് ഞാൻ കിടക്കും. ചിലപ്പോൾ ഒരു കട്ടൻ ചായ ഇട്ടിട്ട് കുടിക്കും. ബാക്കിയെടുത്ത കാഴ്ചകളെല്ലാം നമുക്ക് നാളെ രാവിലെ കാണാല്ലേ. ഇരുട്ടായോ, ഫുള്ള് ഇരുട്ടായി പുറത്ത്. ഓക്കെ, മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇനി പിന്നെ ആരില്ലാന്ന് വേണ്ടിയിട്ട് പിന്നെ മുണ്ടാണ്ടെന്നങ്ങ് വീട് നടക്കില്ല. അതിൻ്റെ ധൈര്യത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു കമൻറ്റിൽ പറഞ്ഞിന് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ടെന്റ് ക്ലോസ് ചെയ്യാലോ ഏതായാലും. റെഡി. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഏതായാലും കുറച്ച് ചായലും വെച്ചിട്ട് കുടിക്കും. അത് കുടിച്ചിട്ട് 2 പായം തിന്നിട്ട് കിടക്കും. ബാക്കി രാവിലത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ.